PMG തൊഴിൽ ഭവനിൽ വെച്ച് പ്രസ് ക്ലബ് മുൻ സെക്രട്ടറിയും കണ്ണമൂല സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പ്രസ് ക്ലബിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയായ PR പ്രവീണിനെയും CPM നേതാക്കൾ ക്രൂരമായി മർദ്ദിച്ചു. റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം CPM നേതാക്കൾ അഴിച്ചുവിടുന്നത്. ഇപ്പോൾ വഞ്ചിയൂർ വാർഡിലെ LDF സ്ഥാനാർത്ഥിയായ ബാബു, ഷാഹിൻ, അജിത് പ്രസാദ് എന്നിവർ ചേർന്നാണ് ക്രൂരമായ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നത് ഇത് ആക്രമണം നേരിട്ട PR പ്രവീണും M രാധാകൃഷ്ണനുമാണ്. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക്. അല്ല, ശരിക്കും ഞാൻ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. നേരത്തെ പ്രസിഡൻ്റായിരുന്നു. എന്നോടൊപ്പം സെക്രട്ടറി ആയിരുന്ന ശ്രീ M രാധാകൃഷ്ണൻ ഇപ്പോൾ കണ്ണമൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്ന ദിവസമായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹത്തിന് സ്വാഭാവികമായി നമ്മളൊരു സഹപ്രവർത്തകരാണല്ലോ, അദ്ദേഹത്തിനൊരു പിന്തുണ നൽകുന്നതിനായി എത്തിയതാണ്. അപ്പോഴാണ് നീ അല്ലേടാ അച്ഛനും മകളും മാറി മാറി എന്ന് പറഞ്ഞ് വാർത്ത ചെയ്തത് എന്ന് ചോദിച്ച് മർദ്ദനം തുടങ്ങുകയായിരുന്നു. അപ്പോൾ രാധാകൃഷ്ണൻ ആണ് എന്നെ കൊണ്ട് ഈ വാർത്ത ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ്. അപ്പോൾ രാധാകൃഷ്ണനെയും എന്നെയും രാധാകൃഷ്ണൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കൺവീനർ ശ്രീ വിമൽ ജോസിനെയും അതിക്രൂരമായാണ് 10-200 ആളുകളുടെ മുന്നിൽ വെച്ച് ഇവർ മർദ്ദിച്ചത്. നമ്മൾ നിസ്സഹായരാണ്. ഇങ്ങനെ ഗുണ്ടകളുടെ വിളയാട്ടം നടക്കുമെന്ന് ജനാധിപത്യ കേരളത്തിലിരുന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ വാർത്ത ചെയ്തു എന്നുള്ളതാണ് കുഴപ്പം. അച്ഛനും മകളും മാറി മാറി മത്സരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുപോയി. അത്രേ. അച്ഛനും മകളും മാറി മാറി മത്സരിക്കുകയാണ്. സംശയം എന്താണ്? ആദ്യം അച്ഛൻ ജയിച്ചു, അത് കഴിഞ്ഞ് മകൾ ജയിച്ചു, ഇത്തവണ വീണ്ടും അച്ഛൻ. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ അത്തരമൊരു വികാരം ഉണ്ടാകും എന്ന് നമ്മൾ വാർത്ത. കാരണം ഞാൻ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഷ്ടപ്പെട്ടു പോയാൽ സാധ്യതയുള്ള സീറ്റുകളെക്കുറിച്ച് ഒരു അവലോകനം നടത്തിയിരുന്നു. അതിന് പിന്നാലെ CPMന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സീറ്റുകളെക്കുറിച്ച് അവലോകനം നടത്തി. അതിനിടയിലാണ് വഞ്ചിയൂർ പറഞ്ഞത്. വഞ്ചിയൂരിൽ നല്ല മത്സരം നടക്കുന്ന വാർഡാണ്, അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് വഞ്ചിയൂരിലെ ജനങ്ങൾ വോട്ട് മാറ്റി ചെയ്യുമെന്നാണോ? അങ്ങനെ അല്ലല്ലോ. അത് നമ്മുടെ നിരീക്ഷണമാണ് നമ്മൾ പറയുന്നത്. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ നിരീക്ഷണങ്ങൾ പറയാനുള്ളതാണ്. അത് പറയുമ്പോൾ അത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമായിപ്പോയി എന്നുള്ള മട്ടിലാണ്. അത് ക്ഷീണമല്ല, അവിടെ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അവിടെ അച്ഛനും മകളും മാറി മാറി മത്സരിക്കുന്നു എന്ന് പറഞ്ഞത്. അവർ മോശം ചെയ്തു എന്നൊന്നും പറഞ്ഞില്ല. അവിടെ ഒരു നല്ല ഫൈറ്റ് നടക്കുന്ന വാർഡാണ് എന്നാണ് പറഞ്ഞത്. അതിനാണ് ഈ അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത്. അതിക്രൂരം എന്ന് പറഞ്ഞാൽ എന്താണ്, പൈശാചികം എന്നൊക്കെ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറയുന്ന പോലത്തെ അതിക്രൂരമായ മർദ്ദനം. അത് സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണനെ എന്നെ ആ മേശയിൽ ഇങ്ങനെ കുനിച്ച് നിർത്തി ഇടിക്കുകയായിരുന്നു. ഇവിടെ 10-200 ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ വഞ്ചിയൂർ ബാബു എന്ന് പറയുന്നത് CPMൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയിച്ച് കോർപ്പറേഷനൊക്കെ ഭരിക്കാൻ പോകുന്ന ആളാണ് എന്നൊക്കെയാണ് വൈപ്പ്. ഇങ്ങനെയാണോ ഇവിടുത്തെ പ്രജകളോട് ചെയ്യുന്നത്? ഞാൻ ഈ കോർപ്പറേഷനിലെ ഒരു വോട്ടറാണ്. ഇങ്ങനെയാണോ ജനാധിപത്യം പൂത്തുലപ്പിക്കുന്നത്? ഇങ്ങനെയാണോ മാധ്യമ സ്വാതന്ത്ര്യം പൂത്തുലപ്പിക്കുന്നത്? വഞ്ചിയൂർ ബാബുവിനെ പോലെയുള്ള ആളുകളെ അഴിച്ചുവിട്ടിട്ടാണോ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പുമൊക്കെ ഇവിടെ ജനാധിപത്യവും മാധ്യമ സ്വാതന്ത്ര്യവും പൂത്തുലയുകയാണെന്ന് പറയുന്നത്? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് വിശ്വസിച്ച് റിപ്പോർട്ട് ചെയ്യാനിറങ്ങും? നമ്മൾ മാധ്യമപ്രവർത്തകർ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ വാർത്ത ചെയ്തില്ലെങ്കിൽ മർദ്ദിക്കും എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയാണ് അത് ജനാധിപത്യത്തിൻ്റെ വസന്തമാണ് എന്നൊക്കെ ഇവർ ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ കാര്യം നടക്കുന്നത്? അത് അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചവർക്കെതിരെ അവരെല്ലാവരെയും കൃത്യമായി അറിയാവുന്നവരാണ്. ഇവിടെ നിന്ന് മനുഷ്യർ മുഴുവൻ കണ്ടതാണ്. ഞങ്ങൾ ഓഫീസിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു, ആ സമയത്താണ് ഈ മർദ്ദനം ഉണ്ടാകുന്നത്. ഈ വാർത്ത ചെയ്യപ്പെടാ എന്ന് ചോദിച്ച് തുടങ്ങുന്നു. രാധാകൃഷ്ണനെ അതിന് മുമ്പ് തന്നെ 3-4 ആളുകൾ ചെന്നിട്ട് രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നത് ഈ കൊച്ചു കോളേജിലൊക്കെ ഉള്ളതുപോലത്തെ പരിപാടിയെന്ന് വിചാരിച്ച് കളഞ്ഞതാണ്. പക്ഷേ വളരെ മോശമായ രീതിയിൽ സ്ത്രീകളടക്കമുള്ള ഒരുപാട് സ്ഥാനാർത്ഥികൾ, CPMൻ്റെ തന്നെ വനിതാ സ്ഥാനാർത്ഥികൾ ഇവിടെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടു. അത്രയ്ക്ക് മോശമായ പദപ്രയോഗമാണ് ഈ ബാബുവിൻ്റെയും സഹപ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ നടപടി ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വലിയ കടന്നുകയറ്റമാണ്. ഞങ്ങളുടേതായ രീതിയിലുള്ള പ്രതിഷേധവും അതിൻ്റെ പേരിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ കണ്ണമൂലയിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 7.5 വർഷം ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്നു. ഇന്ന് നോമിനേഷൻ്റെ സൂക്ഷ്മ പരിശോധനയുടെ ദിനമാണ്. അതിനുവേണ്ടി 11 മണിക്ക് ഈ ജില്ലാ ലേബർ ഓഫീസറാണ് റിട്ടേണിംഗ് ഓഫീസർ ഈ മുറി, ഞാനിരിക്കുന്ന ഈ കാണുന്ന മുറിയുടെ മുമ്പിൽ വന്നപ്പോൾ തന്നെ നിരവധി സ്ഥാനാർത്ഥികളും കൂടെയുള്ള ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും തിരുവനന്തപുരം നഗരത്തിലെ മിക്കവാറും എല്ലാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ നമുക്കറിയാവുന്നവരാണ്. പരിചയരോടൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ ശ്രീവരാഹത്തെ ഒരു സ്ഥാനാർത്ഥി, ഒരു വനിതയാണ്, അവരെ കണ്ടിങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു താടി വെച്ച് പൊക്കമുള്ള ഒരാൾ വന്നിട്ട് ഒരു CPMകാരനാണെന്ന് പിന്നീട് മനസ്സിലായി. വന്നിട്ട് കൈ ചൂണ്ടി, നീ ആരുടെ വാർത്ത ചെയ്യാൻ ഞങ്ങൾക്കെതിരെ, നിന്നെ തീർത്തളയും എന്ന് പറയാം.
വീണ്ടും പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ അടുത്തിങ്ങനെ എനിക്ക് വല്ല ലജ്ജ ഞാൻ ഓളോ അതിൻ്റെ പാട്ടിനെന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളി കേട്ടു. അപ്പോൾ തന്നെ 87 കണ്ണമ്പൂർ വാർഡാണ്. അപ്പോൾ ഞാനും നമ്മുടെ പ്രസ് ക്ലബിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി PR പ്രവീണും പിന്നെ അഡ്വക്കേറ്റ് വിമൽ ജോസ് എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഞങ്ങൾ 3 പേരുടെ അകത്ത് കയറി സ്ക്രൂട്ടിനി കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ കാത്തു നിന്നപോലെ വഞ്ചൂർ ബാബു, ഇപ്പോൾ വഞ്ചൂർ മത്സരിക്കുന്ന CPMൻ്റെ കാൻഡിഡേറ്റാണ്. അയാൾ എൻ്റെ കഴുത്തിന് പെട്ടെന്ന് അമർത്തിയിട്ട് പിടിക്കുകയാണ്. പിടിച്ചു വലിച്ചിട്ട് നീ ആണോടാ ഇവിടെ വഞ്ചൂർ തോക്കുമെന്ന് പറഞ്ഞത് എന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ പറഞ്ഞു എന്നാണ് എന്ന് ചോദിച്ചാൽ എവിടെ ഇയാൾ എന്താ പറയണേ, എവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു തരുന്നതിന് ബാബു അടിക്കുന്നു. കൂടെ വന്ന 2 ലോക്കൽ പ്രവർത്തകർ എനിക്കറിയാം, ഷാഹിൻ, അജിത് പ്രസാദ്. ഇവരെപ്പോഴും ബാബുവിനോടൊപ്പം നടക്കുന്ന ആളുകളാണ്. അപ്പോൾ തനി ഗുണ്ടായിസം, തെരുവ് ഗുണ്ടയെ പോലെ തെറി വിളിച്ചുകൊണ്ട് തലങ്ങും അടിക്കുകയാണ് എന്നെ. ഞാൻ ആ ലെഫ്റ്റ് സൈഡിൽ കിടന്ന മേശയുടെ പുറത്ത് വീണു. എൻ്റെ ചെരുപ്പ് പോയി, പോക്കറ്റിൽ നിന്ന് പൈസയൊക്കെ തെറിച്ചു പോയി. എൻ്റെ കൂടെയുള്ള പ്രവീണിനെ ഞാൻ മേശപ്പുറത്ത് നിന്ന് എണീക്കുമ്പോൾ കാണുന്നത് ജനലിനോട് ചാരി വെച്ച് പ്രവീണിനെ അടിക്കുകയാണ്. പ്രവീണ് പിന്നെ എവിടെയോ ഇവർക്കെതിരെ സ്റ്റോറി വന്നതാണ്. അപ്പം നിരവധി മാധ്യമങ്ങളിൽ പല വാർഡുകളിലും പലരെ അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിക്കും പ്രസിഡൻറ്റൊക്കെ എങ്ങനെയാണ് ആവുക എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞുകൊണ്ടാണ് നീ പുറത്തിറങ്ങുന്നതിനെ തീർത്ത് കളയും, വച്ചേക്കില്ല എന്നാണ്. ഒരുത്തൻ ഇറങ്ങാൻ നേരത്ത് TPയുടെ കാര്യം നിനക്കറിയാമല്ലോ എന്നാണ് പറഞ്ഞത്. ഞാനതുകൊണ്ട് പോലീസ് ഓഫീസേഴ്സൊക്കെ വന്നതിനോട് പറഞ്ഞു നിങ്ങൾ മൊഴി തരൂ, കേസെടുക്കാം എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാനുള്ളൊരു ആത്മബലം വേണ്ടേ? ഇവർ എന്ത് ജനാധിപത്യമാണ്? ഈ മുറിയിൽ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ വെച്ച് അടിച്ചാൽ പിന്നെ എവിടെയിട്ട് അടിക്കില്ല? ഏത് ആശുപത്രിയിലാണ് ഞാൻ പോകേണ്ടത്? അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. ഇതിലൊരു തീരുമാനമാണ്. ഈ പ്രതികൾ റോഡിലുണ്ട്. അപ്പോൾ ഇവിടെ വന്നൊരു പോലീസ് ഓഫീസർ പറയുന്നത് അവരും പരാതി തന്നിട്ടുണ്ടെന്ന്. എന്ത് പരാതി? ഞാൻ ഇവരോട് കൂടാൻ വന്ന ആളാണ്. അപ്പോൾ ഇത് ഭയങ്കര മോശമാണ്. CPM തന്നെ ഇയാളുടെ പേരിൽ നടപടിയെടുക്കണം. ഈ ബാബുവിനെ CPMൽ നിന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനാക്കി പുറത്താക്കണം. കാരണം ഇങ്ങനെയുള്ള ആളുകൾ ഈ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല ഈ നമ്മുടെ സാമൂഹ്യ രംഗത്ത് തന്നെ കളങ്കമാണ്. അതുകൊണ്ട് കടുത്ത നടപടി സ്വീകരിക്കണം. പോലീസ് നിയമപരമായ നടപടി സ്വീകരിക്കണം. എനിക്ക് എൻ്റെ വാർഡിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, അനുവാദം വേണം. ഞാൻ മനസ്സിലാക്കുന്നത് എന്നോടുള്ള വിരോധം കണ്ണമൂല വാർഡിൽ കഴിഞ്ഞ 10-35 കൊല്ലക്കാലം അവിടുത്തെ സാധാരണ മനുഷ്യരുടെ കൂടെ നടന്ന് ജീവിച്ച ആളാണ് ഞാൻ. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ സ്വതന്ത്രനായി എനിക്ക് മത്സരിക്കാനുള്ള ആർജവം. ഞാൻ വിളിച്ച യോഗങ്ങളിൽ എൻ്റെ ഓഫീസ് ഇനാഗുറേഷൻ ഇങ്ങനെ ചടങ്ങുകളിൽ ഏതാണ്ട് 350-400 ആളുകൾ പങ്കെടുക്കുന്നു, ആരും ക്ഷണിക്കാതെ. അപ്പോൾ അത് കണ്ട് ഹാലിളകി ഇങ്ങനെയുള്ള ചില നാട്ടിലെ ചട്ടമ്പികൾ ഇവർക്കൊക്കെയാണ് മത്സരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യ അവകാശം. നീ ആരടാ ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കാൻ? ഞങ്ങൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ എന്നൊക്കെ ഉള്ള തോന്നലിൽ നിന്നായിരിക്കും. അല്ലല്ല എനിക്ക് നേരെ ഒന്നും ജീവിതത്തിൽ ഇതുവരെ ഒരാൾ ആക്രമണത്തിനോ ഒന്നും വന്നിട്ടൊന്നുമില്ല. എൻ്റെ നേരെ അങ്ങനെ എൻ്റെ നേരെ ആക്രമണത്തിനൊന്നും വന്നിട്ടില്ല. മുമ്പൊരു കാലത്ത് എൻ്റെ വീട് ഇരുട്ടത്ത് ആക്രമണം, അതൊക്കെ 10-18 കൊല്ലം മുമ്പാണ്. അല്ലാതെ ഒന്നും എനിക്ക് നേരെ ഒന്നും ആരും വേറെ ആക്രമണങ്ങൾക്കൊന്നും വന്നിട്ടില്ല. എൻ്റെ കൂടെയുള്ള ആൾ പ്രസ് ക്ലബിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് പ്രവീൺ, PR പ്രവീൺ. അയാളൊരു നല്ല മികച്ച മാധ്യമ പ്രവർത്തകനാണ്. അയാളും ചില സ്റ്റോറികളൊക്കെ ചിലടത്ത് ചെയ്യുന്നുണ്ട്. അതെല്ലാം വളരെ നിലവാരമുള്ള സ്റ്റോറികളാണ്. അപ്പോൾ ഇത് പിന്നെ തനി തെമ്മാടിത്തനമാണ്. ഞാൻ ആദ്യം തന്നെ ഈ തല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ കയറി ഈ ലേബർ ഓഫീസറോട്, റിട്ടേണിംഗ് ഓഫീസറോട് പറഞ്ഞു മർദ്ദിക്കുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു പോലീസിനെ വിളിക്കും. പോലീസ് വന്നിട്ട് സ്റ്റേഷനിൽ വന്ന് പരാതി തരുമെന്നുള്ള സാധാരണ നടപടിക്രമം പറഞ്ഞിട്ട് പോയി ആ ഓഫീസർ. അത് ആ സമയം മുതൽ ഞാനിവിടെ ഇരിക്കുകയാണ്. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായിരുന്നു ഇവർ ഇവിടെ എത്തിയത്. യാതൊരു പ്രകോപനവും വാക്കേറ്റവും കൂടാതെയാണ് ഈ CPM നേതാക്കൾ ഇവർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടത്. PR പ്രവീണിൻ്റെ പക്കലുള്ള മൊബൈൽ ഫോണും M രാധാകൃഷ്ണൻ്റെ കയ്യിലുള്ള 4000 രൂപയുമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചോദിച്ച മനസ്സിലാക്കുക. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ വേണമെന്നുള്ളതാണ്. ഈ അക്രമം അഴിച്ചുവിടുന്നതിന് പിന്നിലെ ഒരു കാരണം എന്ന് പറയുന്നത് വഞ്ചൂർ വാർഡിൽ CPM ജയിക്കുമെന്നും ഈ വഞ്ചൂർ ബാബുവും മകളും മാറി മാറി ഭരിക്കുമെന്നും ഒരു ഓൺലൈൻ മീഡിയ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ അത് പ്രസ് ക്ലബ്ബാണ് ഉത്തരവാദിയെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രസ് ക്ലബ്ബിലെ മുൻ സെക്രട്ടറിയും ഇപ്പോഴത്തെ സെക്രട്ടറിയും ഇവിടെ ഈ ഓഫീസിൻ്റെ റിട്ടേണിംഗ് ഓഫീസറുടെ മുറിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.